ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ച് മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ലഘു മേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ. കാലവർഷാരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടം. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായി. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പിലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. 5ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളുണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇവിടെ ഇടിയുന്നത്. 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു. അതിന് ആളുകൾ അപ്പോൾ താഴേന്ന് കയറി വന്ന ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് റോഡോടെ പോകുന്ന ആളുകൾ അപ്പോൾ ചേർന്ന് കിടന്നിച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ 2ാം ഘട്ടം ഇടിഞ്ഞു. അന്നേരത്തേക്കുമാണ് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും ഇതെല്ലാം കൂടെ വന്നു. 2-3 വണ്ടി താഴെ കിടപ്പുണ്ട്. കരിപ്പിലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത്. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വലിയ പാറക്കല്ലുകൾ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവന്നു. ഇതെല്ലാം ഇടിഞ്ഞ് താഴത്തേക്ക് വീണു. പിന്നെ താഴെ ഒരു വീടിൻ്റെ ഒരു പകുതി ഭാഗം പോയിട്ടുണ്ട്. അത് മണ്ണ് ഇടിഞ്ഞ് വീണതായില്ലേ. ഒരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു കുട്ടിക്ക് ഇത് കട്ടയൊക്കെ വീഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞും വീണു. ഗതാഗതവും വൈദ്യുതിയും താറുമാറായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നുകൊടുത്തു. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.